കണ്ടില്ല മരിക്കാൻ കഴിയുമോ? അവർക്കൊരു പാട്ടുണ്ട്, മനുഷ്യനാകണം മനുഷ്യനാകണം, മനുഷ്യരെല്ലാം നിങ്ങൾ മൃഗങ്ങളാണ് എന്ന് ഇത് കേരളത്തിലെ ജനങ്ങൾ പരസ്പരം പറയുന്ന ഒരവസ്ഥയിലേക്ക് ഇത് കേരളം മാറിയിരിക്കുന്നു. പ്രിയമുള്ളവരെ, തൊഴിലാളി സമരങ്ങളുടെ പേരിൽ അധികാരത്തിൽ വന്നവർ, തൊഴിലാളി സമരങ്ങളുടെ പേരിൽ ഊറ്റം കൊള്ളുന്നവർ, തൊഴിലാളികൾക്ക് വേണ്ടി സംസാരിക്കുന്നവർ, തൊഴിലാളികളുടെ പേര് പറഞ്ഞാൽ ഉടനെ വളരെ ശക്തമായി പ്രകടിമാറുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർ ഈ സംസ്ഥാനം ഭരിക്കുമ്പോൾ കേരളത്തിലെ ആശാ വർക്കർമാരും അംഗൻവാടി തൊഴിലാളി ജീവനക്കാരും അവരുടെ അതിജീവനത്തിന് വേണ്ടി സമരം ചെയ്യുന്നു. INTUC ആവശ്യപ്പെടുന്നത്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആവശ്യപ്പെടുന്നത്, തൊഴിലാളികൾ ആവശ്യപ്പെടുന്നത് ഈ ജോലി ചെയ്യുന്ന ആദ്യം ഈ ജോലി ആശാ വർക്കർമാരെ കൊണ്ടുവരുമ്പോൾ അവർക്ക് 2 മണിക്കൂറായിരുന്നു അവരുടെ ഒരു ദിവസത്തെ ജോലിയെങ്കിൽ ഇന്ന് 14 മണിക്കൂറും അതിലധികവും ജോലി ചെയ്യുന്ന ആശാ വർക്കർമാർക്ക് ലാസ്റ്റ് ഗ്രേഡ് ജീവനക്കാരുടെ ശമ്പളമെങ്കിലും നൽകണമെന്നുള്ളതാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഐക്യ ജനാധിപത്യ മുന്നണിയും ആവശ്യം. കഥകൾ നിങ്ങളുടെ ആഭരണം പറയട്ടെ. ചുങ്കത് ജ്വല്ലറി. ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്കായി വയനാട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വയനാട് പഞ്ചായത്തിന് മുമ്പിൽ നടത്തുന്ന ഈ ധർണയിലേക്ക് പ്രിയപ്പെട്ട അധ്യക്ഷൻ അഡ്വക്കേറ്റ് അജിത്, മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ്, സ്വാഗതം ആശംസിച്ചുകൊള്ളുന്നു. DCCയുടെ വൈസ് പ്രസിഡന്റ് ഫെബ്രുവരി 10-നാണ് ആരംഭിച്ചത്. നമുക്ക് എല്ലാവർക്കും അറിയാം, വളരെ മാധ്യമ ശ്രദ്ധ പിടിച്ചു പറ്റിയൊരു സമരമാണ്. തീർച്ചയായിട്ടും അവരുടെ ആവശ്യങ്ങൾ എന്ന് പറയുന്നത് ഉണരേറിയം വർദ്ധിപ്പിക്കുക, ഇൻസെന്റീവ് എല്ലാം കൂടി ചേർത്ത് 21,000 രൂപയായിട്ട് വർദ്ധിപ്പിക്കണം. രണ്ടാമത്തവരുടെ ഡിമാൻഡ് എന്ന് പറയുന്നത് 61 വയസ്സാകുമ്പോൾ ഇവർ പിരിഞ്ഞു പോകണം. പിരിഞ്ഞു പോകുമ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് അവർക്ക് യാതൊരു വിധ ആനുകൂല്യങ്ങളും ലഭിക്കുന്നില്ല. ആയതിനാൽ ആ സമയത്ത് 5 ലക്ഷം രൂപ ലഭിക്കണം. 5 ലക്ഷം രൂപ അവർക്ക് ലഭിക്കണമെന്നുള്ള ഡിമാൻഡ് വെച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇതൊരു ന്യായമായ ഒരു ഡിമാൻഡാണ്. കാരണം ഈ ആശാ വർക്കർമാർക്ക് ഒരു ദിവസം കേവലം 232 രൂപയാണ് ശമ്പളമായി ലഭിക്കുന്നത്. നമ്മളൊന്ന് ഓർത്ത് കൊടുക്കുക, നമുക്ക് ഒരാൾക്ക് പോലും 235 രൂപ കൊണ്ട് ജീവിക്കാൻ കഴിയാത്തൊരു സാഹചര്യമാണ് ഇടതുപക്ഷ സർക്കാരിന്റെ ഭരണം കൊണ്ട് സംജാതമായിരിക്കുന്നത്. വില കൂടാത്ത ഒന്നിനും എല്ലാ സമയങ്ങൾക്കും വില കൂടിയ ഈ സാഹചര്യത്തിൽ 232 രൂപ കൊണ്ട് ഒരിക്കലും നമുക്ക് ഒരു കുടുംബത്തിന് ജീവിച്ചു പോകാൻ കഴിയത്തില്ല. തീർച്ചയായിട്ടും അത് ആ തുക എന്ന് പറയാൻ അവരിയാത്തൊരു തുകയാണ്. അപ്പോൾ അതൊന്ന് കൂട്ടി കിട്ടുന്നതിലേക്ക് വേണ്ടിയാണ് അവർ ഈ സെക്രട്ടേറിയറ്റിൽ വെയിലും മഴയും കൊണ്ട് ഈ കാലത്തിന് വേണ്ടി ഗവൺമെന്റിനോട് പറഞ്ഞില്ല. അത്യാധുനിക സൗകര്യമുള്ള ജീവിത സൗകര്യം അനുഭവിച്ചു തരണമെന്നാണ് പറഞ്ഞില്ല. വളരെയേറെ കാര്യശേഷിയുള്ള കർമ്മശേഷിയുള്ള സ്കൂളുകളിലുള്ള വിദ്യാർത്ഥികൾ പഠിപ്പിച്ചു തരണമെന്നാണ് പറഞ്ഞില്ല. മറിച്ച് അവർ പറഞ്ഞത് 232 രൂപ മാത്രം പ്രതിദിനം വരുമാനം ലഭിക്കുന്ന ഞങ്ങളുടെ ജീവിത സാഹചര്യം വളരെയേറെ ദുസ്സഹമായിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഞങ്ങൾക്കൊരു പുതിയ ജീവിതം ഉണ്ടാക്കി തരുവാൻ, ഞങ്ങളുടെ ജീവിതത്തിൽ ഐശ്വര്യം ഉണ്ടാക്കി തരുവാനുള്ള സ്വതന്ത്രമായ സമീപനങ്ങൾ സ്വീകരിക്കണമെന്നാണ് ഗവൺമെന്റിനോട് പറഞ്ഞത്. കേരളത്തിലെ 26,135 വരുന്ന ആശാ വർക്കർമാർ തങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന 7,000 രൂപ നാമമാത്രമാണ് എന്നുള്ളതുകൊണ്ട്, അനിവാര്യമായ വർധനവ് ആവശ്യമാണെന്നുള്ളതുകൊണ്ട് രാഷ്ട്രീയ കക്ഷിബന്ധങ്ങൾക്ക് അതീതമായി എല്ലാവരും ഒരുമിച്ച് നിർത്തിക്കൊണ്ട് ജനങ്ങളുടെ മുന്നിൽ, ഈ രാജ്യത്തെ ജനകീയ മനസ്സാക്ഷിയുടെ മുന്നിൽ ഈ സഹോദരിമാർ ചുട്ടുകൊള്ളുന്ന വെയിലും കോരിച്ചൊരിയുന്ന മഴയത്തും തിരുവനന്തപുരത്ത് ഭരണസിരാ കേന്ദ്രത്തിന് മുന്നിൽ, കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ മുന്നിൽ, മന്ത്രിമാരുടെ മുന്നിൽ സമരം നടത്തുമ്പോൾ ഇവിടെ അധ്യക്ഷൻ സൂചിപ്പിച്ച പോലെ അവരെ ആക്ഷേപിക്കാനുള്ള സമീപനമാണ് ഈ ഗവൺമെന്റ് സ്വീകരിച്ചത്. 7,000 രൂപ വർദ്ധിച്ച് 21,000 രൂപയാക്കി തരണമെന്ന് അവർ ആവശ്യപ്പെടുന്നു. അതുപോലെ തന്നെ നമുക്കറിയാം, 61 വയസ്സിൽ റിട്ടയർമെന്റ് കഴിയുമ്പോൾ നമ്മുടെ നാട്ടിൽ പലചരക്കടയിൽ നിൽക്കുന്ന ഒരാൾ പോലും 4-5 വർഷം ആ കടയിൽ ജോലി ചെയ്തൊക്കെ പിരിഞ്ഞു പോയാൽ അയാൾക്ക് സന്തോഷ സൂചകമായി ആ മുതലാളി എന്തെങ്കിലും കൈമടക്ക് കൊടുക്കാനുള്ള സമീപനം നമ്മുടെ നാട്ടിലുണ്ട്. പക്ഷേ 61 വർഷം കാലത്തെ ജീവിതത്തിന് ശേഷം
ഒട്ടനവധി വർഷത്തെ ജീവിത സേവനത്തിന് ശേഷം പിരിഞ്ഞു പോകുന്ന ഈ തൊഴിലാളിക്ക് കൈയും വീശി പുറത്തു പോകുന്ന സാഹചര്യമാണ് ഇന്ന് നിർഭാഗ്യവശമുള്ളത് എന്നുള്ളത് അവർക്ക് പിരിഞ്ഞു പോകുമ്പോൾ 5 ലക്ഷം രൂപ സഹായധനമായി നൽകണമെന്ന് ഈ ഗവൺമെന്റിനോട് ആശാവർക്കർമാർ ആവശ്യപ്പെട്ട് തെറ്റാണോ എന്ന് നമ്മൾ ആലോചിക്കണം. കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോ ഈ വീണ ജോർജിന്റെ വീട്ടിന്റെ മുന്നിൽ ഒരു വീപ്പ ഇരിക്കുക. വീപ്പ, ആ വീപ്പ നിറച്ച് വെള്ളം കെട്ടി നിൽക്കുന്നു. കെട്ടി നിന്ന വെള്ളത്തിൽ നിറച്ച് എന്താണ്? കൂത്താടികൾ. അത് കേരളത്തിന്റെ ആരോഗ്യസ്ഥിതി ഇതാണ്. ആരോഗ്യമന്ത്രിയുടെ വീട്ടിന്റെ മുന്നിൽ പോലും പകർച്ചവ്യാധികൾ പരത്തുന്ന, കൊതുകുകൾ സൃഷ്ടിക്കുന്ന കൂത്താടികൾ അവിടെ പോലും പെറ്റുപെരുകിയിട്ട് അതിനെ പോലും ഒന്ന് നിയന്ത്രിക്കാൻ കഴിയാത്ത ആരോഗ്യമന്ത്രിയും ആരോഗ്യ വകുപ്പുമാണ് ഇന്ന് കേരളത്തിലുള്ളത്. അവസാനം സമരം ചെയ്യാൻ പോയ നമ്മുടെ ആശാ വർക്കർമാര് ഇല്ല, വെള്ളം ചരിച്ചു കളഞ്ഞ് അവിടുത്തെ പ്രതിരോധം എന്ത് ചെയ്ത് ഉറപ്പാക്കി. എന്താണ് കേരളത്തിൽ ആശാ വർക്കർമാർ ചെയ്യുന്ന സേവനം? ആശാപ്രവർത്തകരായി ജോലി ചെയ്യുന്ന സ്ത്രീകൾക്കടക്കം ഒരു തോന്നലുണ്ട്, ഇവരെയൊക്കെ നിയമിച്ചത് ഏതോ CPM ആണ്, ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരാണ് എന്ന് പറയുന്ന ഒരു തോന്നലുണ്ട്. ഇപ്പൊ ഏകദേശം തോന്നലുകളൊക്കെ ഇപ്പൊ 45 ദിവസം സമരം ചെയ്ത് കഴിഞ്ഞിട്ടും തിരിഞ്ഞു നോക്കാൻ കഴിയാത്തപ്പോ ഇവരുടെ തോന്നലുകളൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. പക്ഷെ യഥാർത്ഥത്തിൽ ആരാണ് ആശാപ്രവർത്തകർ? 2005 കോൺഗ്രസ് ഈ രാജ്യം ഭരിക്കുമ്പോ, മൻമോഹൻ സിംഗ് ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ആയിരിക്കുമ്പോ, കേരളത്തിൽ അടക്കം ഈ രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളിലും കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നതാണ് ഈ ആശാ പ്രവർത്തകർ എന്ന് പറയുന്ന സംവിധാനം. ഒരു വില്ലേജിൽ 1000 പേർക്ക് ഒരു ആശാ പ്രവർത്തകർ കൊണ്ടുവന്ന നമ്മളാണ്. തൊഴിലുറപ്പ് പദ്ധതി കൊണ്ടുവന്നതുപോലെ, വിവരാവകാശ നിയമം നടപ്പിലാക്കിയതുപോലെ, വിദ്യാഭ്യാസ അവകാശ നിയമം നടപ്പിലാക്കിയതുപോലെ, ഭക്ഷ്യസുരക്ഷാ നിയമം നടപ്പിലാക്കിയതുപോലെ, ഈ രാജ്യത്തെ ആരോഗ്യ മേഖലയുടെ ഉന്നമനത്തിനായി ഈ രാജ്യത്തെ ഗ്രാമാന്തരങ്ങളിലെ സാധാരണക്കാരന്റെ ആരോഗ്യം സംരക്ഷിക്കുന്നതിനായി കോൺഗ്രസ് കൊണ്ടുവന്ന സംവിധാനമാണ് ഈ രാജ്യത്തെ ആശാ പ്രവർത്തകർ. എന്നിട്ടത് സംസ്ഥാനങ്ങൾക്ക് കൊടുത്തു. സംസ്ഥാന സർക്കാരിന്റെ കീഴിലാക്കി. സംസ്ഥാന സർക്കാർ അവർക്ക് വേണ്ടുന്ന സംവിധാനങ്ങൾ ചെയ്യണം. എല്ലാ സംസ്ഥാന സർക്കാരുകളും അവർക്ക് വേണ്ടുന്ന സംവിധാനങ്ങൾ ചെയ്യുന്നു. എന്താണ് അവർ ഈ രാജ്യത്ത് നടത്തുന്ന സേവന പ്രവർത്തനങ്ങൾ? സൂചിപ്പിച്ചു, ദിവസം 230 രൂപയാണ് ഇവർക്ക് ശമ്പളമായി കിട്ടുന്നത്. ഒരു ദിവസം പരിശോധിച്ചാൽ നമുക്കറിയാം, ഒരു കൂലിപ്പണി ചെയ്യുന്ന ഒരു മനുഷ്യന് കേരളത്തിൽ ഒന്നും അറിയാതെ വൈകുന്നേരം 1000 രൂപ ശമ്പളമായി കിട്ടും. ഇവർ ഈ രാവിലെ തൊട്ട് 40 ഡിഗ്രി ചൂടാ, ഈ ചൂടത്തിറങ്ങി ഈ തെരുവുകളിലൂടെ സഞ്ചരിച്ച് ഈ വീടുകളിലേക്ക്, ഈ രാജ്യത്ത് സാധാരണക്കാരനടക്കം ജീവിതശൈലി രോഗങ്ങൾക്ക് പ്രതിരോധം കൽപ്പിക്കുന്നതാരാ? ഈ ആശാപ്രവർത്തകരാണ്. നമ്മുടെയൊക്കെ വീടുകളിൽ ഒരു പെൺകുട്ടി ഗർഭിണിയായാൽ അമ്മമാരെക്കാൾ സ്നേഹത്തിൽ ആ വീടുകളിലേക്ക് ഓടിയെത്തുന്നതാണ് ആശാപ്രവർത്തകർ. കൃത്യമായി ആഹാരം കഴിച്ചോ, കൃത്യമായി മരുന്ന് കഴിച്ചോ, കൃത്യമായി ഡോക്ടർമാരെ കാണുന്നുണ്ടോ, അമ്മയുടെ ആരോഗ്യം സംരക്ഷിക്കുന്നുണ്ടോ, കൃത്യമായ തൂക്കം ആ പെൺകുട്ടിക്കുണ്ടോ, നോക്കുന്നത് നമ്മുടെ വീട്ടുകാരെക്കാൾ കൂടുതൽ ശ്രദ്ധിക്കുന്നത് ഈ ആശാപ്രവർത്തകരാണ്. ഇനി കുഞ്ഞ് ജനിച്ചാലോ, കുഞ്ഞിന് വാക്സിൻ എടുക്കുന്നുണ്ടോ, കുഞ്ഞിന് കൃത്യമായി തൂക്കം കിട്ടുന്നുണ്ടോ, വെയിറ്റ് കുറവാണെങ്കിൽ അതിനു വേണ്ടുന്ന മരുന്ന് കൃത്യമായി നൽകുന്നുണ്ടോ? അപ്പൊ അത്തരത്തിൽ നമ്മുടെ അമ്മമാരെ, കുഞ്ഞുങ്ങളെ അടക്കം ഈ തെരുവീതികളിൽ സംരക്ഷിക്കുന്ന ആശാപ്രവർത്തകർ, പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ 45 ദിവസക്കാലമായി ഈ കേരളത്തിന്റെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ മഞ്ഞും മഴയും വെയിലും കൊണ്ട് രാപകലില്ലാതെ ആ പാവങ്ങൾ സമരം ചെയ്തിട്ട് വിളിച്ചൊന്ന് കേൾക്കാനുള്ള മര്യാദ പോലും കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രി ചെയ്തില്ല എന്നുള്ളത് രാഷ്ട്രീയ കേരളം കണ്ണ് തുറന്ന് കാണേണ്ട കാഴ്ചയിൽ നിന്നും മറ്റൊരു മുറിയിലേക്ക് പോകാൻ മനുഷ്യൻ ഭയന്നിരുന്ന ഒരു കാലഘട്ടം. ഇന്ന് വിളിച്ചവർ, ഫോൺ എടുത്തവർ പോലും നാളെ കോവിഡ് പോസിറ്റീവ് ആണെന്നറിഞ്ഞാൽ ഫോൺ എടുക്കാനുള്ള കാലഘട്ടം. ബന്ധുക്കളുടെ, ഉറ്റവരുടെയും ഉടയവരുടെയും ചേതനയേറ്റ മൃതശരീരങ്ങൾ ഏറ്റുവാങ്ങാൻ രക്തബന്ധമുള്ള ബന്ധുക്കൾ പോലും മടിച്ചിരുന്ന കാലത്ത് ഈ കേരളത്തിന്റെ തെരുവീതികളിലൂടെ ഒരു പൊതി ചോറുമായി
മരുന്നുമായി ഭയമില്ലാതെ ആ വീടുകളിലേക്ക് എത്തി കോവിഡിനെതിരായ കേരളത്തിന്റെ പോരാട്ടത്തിൽ കേരളത്തെ മുന്നിൽ നിന്ന് നയിച്ചത് പ്രിയപ്പെട്ടവരെ ഈ ആശാപ്രവർത്തകരല്ലേ? കേരളത്തിൽ എത്ര ആശാപ്രവർത്തകരുണ്ട്? 26,500 ആശാപ്രവർത്തകരുണ്ട്. ഈ കോവിഡിന്റെ കാലത്ത് 10,000-ഓളം ആശാപ്രവർത്തകർക്ക് കോവിഡ് ബാധിച്ചു. 10,000-ഓളം പേർക്ക് വീട്ടിൽ നിന്ന് ബാധിച്ചല്ല, ഈ തെരുവുകളിലൂടെ നടന്ന് കോവിഡിനെതിരായ പോരാട്ടം സംഘടിപ്പിച്ചതിന്, കോവിഡ് ബാധിച്ച മാരകമായി ബാധിച്ചു പോയ രോഗികളെ സംരക്ഷിച്ചതിന്, അവർക്ക് മരുന്ന് കൊടുത്തതിന്, അവർക്ക് ആഹാരം കൊടുത്തതിന്, അവരുമായി അടുത്ത സമ്പർക്കം പുലർത്തിയതിന്റെ പേരിൽ 10,000-ഓളം പേർക്ക് കോവിഡ് ബാധിച്ചു. അവരുടെ കുടുംബങ്ങൾക്ക് കോവിഡ് ബാധിച്ചു. എറണാകുളത്തും ആലപ്പുഴയിലും നമ്മുടെ 2 സഹോദരിമാർ കോവിഡ് ബാധിച്ചു മരണമടഞ്ഞു. കോവിഡിനെതിരായ പോരാട്ടത്തിൽ കേരളത്തിലെ രക്തസാക്ഷികളായവരാണ് കേരളത്തിന്റെ മണ്ണിലെ ആശാപ്രവർത്തകർ. അവരിപ്പോ എന്താ ചോദിച്ചത്? ഈ 230 എന്നുള്ള വേതനം ഞങ്ങൾക്കൊന്ന് കൂട്ടിത്തരണം. എന്നിട്ട് 60 വയസ്സ് കഴിഞ്ഞാൽ ആകെ ആശാപ്രവർത്തകർക്ക് കിട്ടുന്നറിയാം ഒരു ടാറ്റ. 60 വയസ്സ് കഴിഞ്ഞാൽ, ഞാൻ ഈ കഴിഞ്ഞ ദിവസം വയനാട് പഞ്ചായത്തിലെ കുറച്ച് ആശാപ്രവർത്തകരുമായി സംസാരിച്ചു. അവരെന്നോട് വന്ന് വളരെ ദയനീയമായിട്ട് പറഞ്ഞു. അവർ പറഞ്ഞു, ഞങ്ങൾ ഈ സമരത്തിന് മനസ്സുകൊണ്ട് ഐക്യപ്പെടുകയാണ്, പക്ഷെ ഈ പാർട്ടിയുടെ നിബന്ധന മൂലം പലപ്പോഴും തിരുവനന്തപുരത്തെ സമരത്തിന് ഞങ്ങൾക്ക് പങ്കെടുക്കാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞ ആശാപ്രവർത്തകര്, ഞാൻ പറയുന്നു, ഇവരുടെ അനുമതി ലംഘിച്ച് ഈ വയനാട് പഞ്ചായത്തിലെ 33 ആശാപ്രവർത്തകരിൽ ഏകദേശം പകുതിയോളം ആശാപ്രവർത്തകര് തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടക്കുന്ന സമരത്തിൽ പങ്കെടുത്തു. യാതൊരു വിധമായ ആശകളും ഈ ഗവൺമെന്റിൽ ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് സ്നേഹിതരെ, ഈ ധർമ്മ സമരത്തെ നെഞ്ചോട് ചേർക്കാൻ ഈ നാട്ടിലെ പ്രിയപ്പെട്ടവർ ഒറ്റക്കെട്ടായി നിൽക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. പഞ്ചായത്തി മധ്യേ തപസ്സു ചെയ്താലും ഈ പാപകർമ്മത്തിൻ പ്രതിക്രിയയാകുമോ എന്ന് പിണറായിയോടും സച്ചിദാനന്ദനോടും ആനന്ദനെല്ലാം മെസ്സിക്കുട്ടി അമ്മയോടും എല്ലാം വിനയപൂർവ്വം ഞങ്ങൾ അപേക്ഷിക്കുന്നു. പഞ്ചായത്തി മധ്യേ തപസ്സു ചെയ്താലും ഈ പാപകർമ്മത്തിൻ പ്രതിക്രിയയാകുമോ? ഇത്രമാത്രം ആശാവർക്കരന്മാരെ, തൊഴിലാളികളെ പട്ടിണിക്കിടുന്ന മനസാക്ഷിയില്ലാത്ത ഈ കമ്മ്യൂണിസ്റ്റുകാരോട് ഞങ്ങൾ പറയുന്നു, അരുത് അരുത് എന്ന് ഞങ്ങൾ പ്രഖ്യാപിക്കാൻ ഈ അവസരം വിനിയോഗിക്കുന്നു. മാ നിഷാദ പ്രതിഷ്ഠാത്ത മകനീ ശാശ്വതി സമ യക്രമഞ്ച മധുര ദേഹമതി കാമമോഹിതം. ഈ തരത്തിലുള്ള കാട്ടാളത്വം കാണിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരാണ്. കാട്ടാളത്വത്തിന്റെ പ്രതീകമായ പിണറായി, അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു, കോൺഗ്രസിന് വേണ്ടി അരുത്, നിങ്ങളുടെ ഈ കാട്ടാളത്വം അവസാനിപ്പിക്കണം. ആശാവർക്കരന്മാരുടെ ധർമ്മ സമരത്തെ നിങ്ങൾ നോക്കിക്കാണണം എന്ന് അപേക്ഷിച്ചുകൊണ്ട്